Bank reconciliation statement. Bank reconciliation statement is one of the major accounting treatment which can be done using Tally ERP9. For making effective financial decision, business should know their exact fund position. To know fund position, knowing bank position is very important. While analyzing bank position, the finance manager should check bank reconciliation statement apart from bank ledger and passbook. There might be difference with bank statement and bank ledger kept at the company. Bank reconciliation in Tally ERP9 allow you to find out difference and help to agree both the accounts. നമുക്കറിയാം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ലെഡ്ജർ ബാലൻസും, അതായത് നമ്മൾ ടാലിയിലാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ ടാലിയിൽ കീപ്പ് ചെയ്തിട്ടുള്ള ബാങ്കിൻ്റെ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസും അതുപോലെ തന്നെ ബാങ്കിലെ പാസ്ബുക്ക് ബാലൻസും എല്ലായ്പ്പോഴും ഈക്വൽ ആവണമെന്നില്ല. അത് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഫെസിലിറ്റി ടാലി ERP9 നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് എത്രയാണ്, ആ ഫണ്ട് തന്നെയാണ് ബാങ്കിലുള്ളത്, അല്ലെങ്കിൽ ബാങ്കിൽ എത്ര ഫണ്ട് ആക്ച്വലി ഇപ്പം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര ഫണ്ട് ആക്ച്വലി ഇപ്പം ഉണ്ടെന്നുള്ളത് നോക്കി മനസ്സിലാക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബേസിൽ നമുക്ക് ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ സഹായിക്കും. ചില സമയത്ത് നമ്മുടെ കയ്യിലുള്ള ലെഡ്ജർ ബുക്കിലെ ബാലൻസ് ആയിരിക്കില്ല ബാങ്കിൻ്റെ പാസ്ബുക്കിൽ ഉണ്ടാവുക. അപ്പോൾ അത് ഈക്വലാക്കി ഫണ്ട് ബാലൻസ് എത്രയാണെന്ന് അനലൈസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്ക് നമുക്കൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ടാവും. ഈ നമുക്ക് ക്യാഷ്യർക്കോ അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റിനോ ബാങ്ക് കോളത്തിലുള്ള ഈ എൻട്രീസ് ചെക്ക് ചെയ്തിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എൻട്രീസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഡിഫറൻസസ് കമ്പനി അക്കൗണ്ട്സിലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാനും അതിൻ്റെ റീസൺസൊക്കെ അനലൈസ് ചെയ്തിട്ട് അത് ടാലിയാക്കാനും വേണ്ടിയിട്ട് കഴിയും. ഇനി എങ്ങനെയാണ് നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടാലി ERP9 ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് ടാലി ERP9 ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വി നീഡ് ബോത്ത് ലെഡ്ജേഴ്സ്, അതായത് ബാങ്ക് ലെഡ്ജറും വേണം, അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ആവശ്യമാണ്. ആദ്യം തന്നെ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോകുക. അതിൽ ബാങ്കിങ് എടുക്കുക. ബാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണാം നിങ്ങൾക്ക് മൂന്നാമതായിട്ട് ബാങ്ക് റീകൺസിലേഷൻ, അത് ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. എന്നിട്ട് ബാങ്ക് റീകൺസിലേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീന് വരും. ഈ സ്ക്രീനിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാങ്ക് സെലക്ട് ചെയ്തതുകൊണ്ടാണ് ഇവിടെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ സ്ക്രീൻ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം പർട്ടിക്കുലേഴ്സ്, വൗച്ചർ ഡേറ്റ്, ട്രാൻസാക്ഷൻ, ഇൻസ്ട്രുമെൻറ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് ബാങ്ക് ഡേറ്റ് എന്ന് പറയുന്ന ഒരു കോളില്ല. അതായത് ബാങ്കിൻ്റെ പാസ്ബുക്കിൽ വന്നിട്ടുള്ള ഡേറ്റ് ഇവിടെ ഇല്ല. അപ്പം നമ്മുടെ ആ ബാങ്ക് ഡേറ്റ് എന്ന് പറയുന്ന കോളം ഒഴിവായി കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ താഴെ നോക്കുക, നമ്മുടെ ബാലൻസ് ആസ് പെർ കമ്പനി ബുക്സ് എന്നുള്ളത് താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ അത് വരുന്നത് 49,63,000 വരുന്നുണ്ട്. പക്ഷേ എമൗണ്ട് നമുക്ക് ബാങ്കിൽ അത്രയും എമൗണ്ട് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് 50 ലക്ഷം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 2 ലക്ഷം രൂപ ബാങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഒരു ഷോർട്ട് ഒരു 2 ലക്ഷത്തിൻ്റെത് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 2,37,000 റുപ്പീസ് അവിടെ കാണിക്കുന്നുണ്ട്. അതായത് ക്രെഡിറ്റിൽ 2,37,000 ഡെബിറ്റിൽ ഒരു 2 ലാഖിൻ്റെ ഡിഫറൻസും ഉണ്ട്. അപ്പോൾ നെറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു 37,000 ഡിഫറൻസ് ആണ് വരുന്നത്. ഈ 37,000 ഡിഫറൻസ് നമ്മുടെ ബാങ്കിൽ കാണിക്കുന്നില്ല. അപ്പം എങ്ങനെയാണ് നമ്മുടെ ബാങ്ക് പാസ്ബുക്കിൽ ഇത് നമ്മൾ ഈക്വൽ ആക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ ബാങ്ക് ഡേറ്റ് അവിടെ കൊടുക്കണം. ബാങ്കിൽ ഈ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ള ബാങ്ക് തന്നിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിൽ
ബാങ്ക് ഡേറ്റ് നമ്മളവിടെ കൊടുക്കുക. സപ്പോസ് 1/4/2020 നമുക്ക് കിട്ടിയിട്ടുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ അതേ ഡേറ്റിൽ തന്നെ ബാങ്കിലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള എല്ലാ ട്രാൻസാക്ഷനും ഞാൻ എല്ലാത്തിനും സെയിം ഡേറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അത് ഓരോ ഡേറ്റും വേറെ വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡേറ്റ് ഏതാണോ ആ ഡേറ്റിനനുസരിച്ചിട്ട് ബാങ്ക് ഡേറ്റിൽ ആ ട്രാൻസാക്ഷൻ നടന്നത് കാണിക്കാം. കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇപ്പം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനീൻ്റെ അക്കൗണ്ട്സിലുള്ള ഫണ്ടും അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് ആസ് പെർ ബാങ്കും ഈക്വലായിട്ട് വരും. ഇങ്ങനെ ബാങ്ക് ഡേറ്റിൽ എന്നാണോ ആ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളതെന്ന് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ലെഡ്ജറിലും അത് വെച്ച് കറക്റ്റ് ചെയ്തിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റും. ആ ഡേറ്റ് മാത്രം നമുക്ക് കൊടുത്താൽ മതി. ദെൻ ഇനി നമുക്ക് ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ പോവുക. അവിടെ അക്കൗണ്ട്സ് ബാർ ബുക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ബുക്സിൽ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. ആ ക്യാഷ് ഓർ ബാങ്ക് ലെഡ്ജർ, നമ്മൾ ഏത് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്കിൻ്റെ ആണെങ്കിൽ ആ ബാങ്ക് ലെഡ്ജർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ മന്ത് സെലക്ട് ചെയ്യാം. സപ്പോസ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഏപ്രിൽ ഉള്ളതുകൊണ്ടാണ് ആ മന്തിനെ കാണിക്കുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ മന്ത് എടുത്തു കഴിഞ്ഞ് നമുക്ക് റീകൺസിൽ എന്ന് പറയുന്ന F5, അതിൻ്റെ സൈഡിൽ F5 റീകൺസിൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് റീകൺസിൽ ചെയ്യാം. നമ്മളത് ഓൾറെഡി നമ്മൾ റീകൺസിൽ ചെയ്തു. അതുകൊണ്ട് ഇതിൽ കാണിക്കുന്ന സമയത്ത് തന്നെ രണ്ട് ബാലൻസും സെയിം ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി നമുക്കിത് ബാങ്ക് ഡേറ്റ് ഓട്ടോമാറ്റിക്കലി ടേക്കൺ ടു ബാങ്ക് ഡേറ്റ് കോളം ബൈ ടാലി ആൻഡ് യു ഹാവ് ടു എൻ്റർ ബാങ്ക് ഡേറ്റ് ആസ് യുവർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ ബാങ്ക് ഡേറ്റ് കോളം മാത്രം കോളത്തിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിൽ ട്രാൻസാക്ഷൻ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. അതേ ഉള്ളൂ അതിൻ്റെ ആ ലോജിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹൗ ടു മേക്ക് ചേഞ്ചസ് ഇൻ ബാങ്ക് റീകൺസിലേഷൻ. ബാങ്ക് റീകൺസിലേഷനിൽ എങ്ങനെ ചേഞ്ചസ് വരുത്താമെന്ന് നോക്കാം. നമുക്ക് ബാങ്ക് റീകൺസിലേഷനിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോവാം. ബാങ്കിങ്ങിൽ ബാങ്ക് റീകൺസിലേഷൻ എടുക്കാം. ബാങ്ക് റീകൺസിലേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് F12 കോൺഫിഗർ എന്ന് കാണിക്കാം. F12 കോൺഫിഗർ എന്ന് പറയുന്ന ഓപ്ഷനിൽ താഴെ F12 കോൺഫിഗർ എനേബിൾ ഷോ റീകൺസിലേറ്റഡ് ട്രാൻസാക്ഷൻ ഓൾസോ എന്ന് പറയുന്ന ഒരു വിൻഡോ കാണിക്കും. ഷോ റീകൺസിൽഡ് ട്രാൻസാക്ഷൻ യെസ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സേവ് ചെയ്യും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വൗച്ചേഴ്സിന് എന്തെങ്കിലും നെസസറി ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്താം. ഇപ്പം നമ്മൾ ഈ 1/4/2020 എൻ്റർ ചെയ്ത ട്രാൻസാക്ഷൻ നമുക്ക് സപ്പോസ് 11/4/2020 വേണ്ടതെങ്കിൽ നമുക്ക് ആ കോളത്തിൽ പോയിട്ട് ചേഞ്ച് വരുത്താവുന്നതാണ്. ഇങ്ങനെയാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്.